മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ, ബാഗുകൾ, കുടകൾ, ലഞ്ച് ബോക്സുകൾ, റെയിൻകോട്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ. കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മുള്ളൂർക്കര. കോൺടാക്ട് 9955540953. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ ജൽജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ചതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ റോഡുകൾ തകർന്നുവെന്നും അങ്കണവാടിയിൽ വെള്ളം കയറിയെന്നും വാർഡ് മെമ്പർ MV ധനീഷ് ആരോപിച്ചു. ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി ഇവിടെ കുറേ കുഴികൾ കുഴിച്ചിട്ടുണ്ട്, അവരെ പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അശാസ്ത്രീയമായ രീതിയിൽ പല മേഖലകളിലും പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇങ്ങനെ ചെയ്തിട്ട് അവർ പണി പൂർത്തീകരിക്കാതെ പോലും പഞ്ചായത്ത് അതിൻ്റെ മുകളിൽ നടപടികൾ സ്വീകരിക്കാത്തതൊക്കെയാണ് ഇത്തരം ഈ കെടുതികൾക്ക് കാരണമായിട്ടുള്ളത്. റോഡ് മുഴുവനായിട്ട് നശിച്ച് ഈ ടാറും മെറ്റലൊക്കെ റോഡിലേക്ക് വിളിച്ചു വന്നിട്ട് ഇപ്പോൾ ആളുകളുടെ സഹായത്തോടെയാണ് അതൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അംഗനവാടിയുടെ മുന്നിൽ വലിയൊരു കുണ്ടുണ്ടായിട്ട് കുട്ടികളൊക്കെ അത് വീഴാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അപകടാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തും നടപടിയില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരമാർഗ്ഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി മഴ വരാനിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയൊരു കാലവർഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയ അപകടത്തിലേക്ക് കടക്കും. ഇതൊരു പഞ്ചായത്ത് ഇതൊരു കൃത്യമായിട്ടൊരു സംഭവമായിട്ട് കാണണം. ഇതിനെ വില കുറച്ച് കാണരുത്. പല തവണയായിട്ട് പല തരത്തിലുള്ള റോഡുകളുടെ അവസ്ഥകൾ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ കത്ത് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി പോലും CPMന്റെ ഭരണസമിതി ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒരുപാട് പേർക്ക് വെള്ളം നൽകുന്ന ജൽജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ച് ശാസ്ത്രീയമായി എടുത്ത കുഴികളും പണി പൂർത്തീകരിക്കാതെയുമുള്ള അനാസ്ഥയാണ് റോഡുകൾ തകരാൻ കാരണമായത്. പഞ്ചായത്തിൽ നിരവധി തവണ റോഡുകളുടെ ഇത്തരം അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. വെള്ളറക്കാട് ആദൂർ ചിങ്ങംകാവ് റോഡും വെള്ളറക്കാട് പുളിഞ്ചോട് റോഡ്, വാദ്യാർമഠം റോഡ് എന്നിവയാണ് തകർന്നത്. റോഡിലേക്ക് പൊളിഞ്ഞിറങ്ങിയ ടാറും കല്ലും നാട്ടിലെ യുവാക്കളുടെ സഹായത്താൽ വൃത്തിയാക്കുകയാണെന്നും പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളെപ്പറ്റി പരാതി നൽകിയിട്ടും ഇതുവരെയും പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും കാണിക്കുന്ന അനാസ്ഥ ജനങ്ങളുടെ ജീവന് അപകടമാണെന്നും ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കീറിയ കാനകൾ ഉടൻ ശരിയാക്കണമെന്നും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ ധനീഷ് പറഞ്ഞു. ആദൂർ റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും വലിയ കല്ലുകളും കൃഷ്ണപ്രസാദ്, അനിൽ, അക്ഷയ്, വൈഷ്ണവ്, അസി, ഹരിദാസൻ, ലിസി, റഷീദ എന്നിവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. 8ാം വാർഡിലെ ആദൂരി പ്രദേശത്തെ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മുടെ വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാന കീറിയിട്ട് ആ കാനയിലത്തെ മെറ്റലും ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ മഴ പെയ്തപ്പോൾ വളരെ ഇത്തരം അവസ്ഥയിലാണ് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത്. വാർഡിലെ മാത്രമല്ല പഞ്ചായത്തിലെ പല റോഡുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ജലജീവൻ മിഷൻ ആ പദ്ധതിയെ നശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നായാലും അനാസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലത്ത് ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മുഴുവൻ റോഡുകളും നശിപ്പിച്ച് അവരെ പണികൾ പൂർത്തീകരിക്കാതെ പോയതിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തിലാണ് ഈ വന്നിട്ടുള്ള മെറ്റലും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. VCV ന്യൂസ്, കടങ്ങോട്.